ഈ ഒരു ഫുഡ് എന്താണെന്ന് അറിയാത്ത കണ്ണൂരിലത്തെ ആരും ഉണ്ടാവില്ല. കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. ഇത് ഒഴിവാക്കിയിട്ടുള്ള ഒരു വീടുകളും ഉണ്ടാവില്ല. ഇതിങ്ങനെ പൊന്തി ബൗൾ പോലെ വന്നിട്ട് എടുത്തിട്ട് മാറ്റിയിടുമോ. അപ്പം ഇത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരിമാവ് ഇങ്ങനെ ബൗൾ പോലെ ആക്കിയിട്ട് അതിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അതിൻ്റെ കൂടെ മീൻചാറായിരുന്നു. മീൻചാർ മീൻസ് തേങ്ങ അരച്ച് വെച്ച കറി, കുഞ്ഞിമത്തിയായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് കറി, മുളകിട്ടത്, ചിക്കന് ഒക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഇന്ന് തേങ്ങ അരച്ച മീൻ കറിയായിരുന്നു. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് സമയം ഇതിൽ പൊതിർത്തി വെച്ചിട്ട് നമ്മൾ കഴിച്ചേക്കട്ടെ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറിയൊക്കെ തിളക്കുമ്പോൾ നമ്മൾ അതിലിട്ട പുളിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഓവർ പുളിയായി പോകും. പ്രത്യേകിച്ചിട്ട് ഈ ഒരു പുളിയാവുമ്പോൾ, ഇത് കുടംപുളിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഈ വെന്ത് വന്ന ഈ ഒറോട്ടീനെ നമ്മൾ തേങ്ങാപ്പാൽ വെള്ളത്തിൽ പാലാക്കി വെച്ചതിൽ മുക്കിയിട്ട് നമ്മളിത് മാറ്റി വെക്കും. അപ്പം തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് തേങ്ങയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്. എന്നിട്ട് അതിനെ അരിച്ചിട്ട് എടുക്കും പാല് മാത്രമായിട്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് വരുന്ന പാല് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടോട് കൂടെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് RKG, അതായത് ഗീയും കൂടെ ആക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു മണവും ആ ഒരു പാലിൻ്റെ ഫ്ലേവറും നെയ്യിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇത് ഒഴിവായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂരുകാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്ക വീടുകളിലും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐറ്റമാണ് ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പല കോമ്പിനേഷൻസ് ഉണ്ടാവും. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു മീൻ ചാറും മീൻ ഫ്രൈയും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കോമ്പിനേഷൻസ് ഇഷ്ടമാണ്. പക്ഷെ എന്തോ ഇത് ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.